വളരെ സിമ്പിളായിട്ട് മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പോസ്റ്റർ ക്രിയേഷൻ ചെയ്യാം. അതിന് വേണ്ടത് പിക്സൽ ലാബ്, കോഡ് FML ഈ രണ്ട് ആപ്ലിക്കേഷനുകൾ മാത്രം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് പോസ്റ്റർ ക്രിയേഷൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ പിക്സൽ ലാബ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, എങ്കിലും വർക്കുകളൊക്കെ ഒരുപോലെ തന്നെയാണ്. നമ്മുടെ പേജിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള 5 ഓപ്ഷനുകളിൽ നിന്ന് ചിലത് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി എ എന്നുള്ള ഓപ്ഷനാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരുന്ന ടെക്സ്റ്റുകൾ, അതായത് എഴുത്തുകൾ കൺട്രോൾ ചെയ്യുക, ഇതാണ് എ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ പുതിയൊരു ടെക്സ്റ്റ് കൊണ്ടുവരണമെങ്കിൽ താഴെ കാണുന്ന ടെക്സ്റ്റ് എന്നെഴുതിയ ആ പ്ലസ് ബാറിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുകളിൽ നോക്കിയാൽ കാണാം ന്യൂ ടെക്സ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കാം. ഇനി നമ്മൾ ഇതിൽ ഏത് ടെക്സ്റ്റാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, അതിൽ ടച്ച് ചെയ്ത് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ന്യൂ ടെക്സ്റ്റ് എന്നുള്ള അതാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ താഴെ എഡിറ്റ്, ഡിലീറ്റ്, കോപ്പി ഇങ്ങനെ ഓരോന്ന് കാണാം. ആ എഡിറ്റിൽ പോയി ഞാനിവിടെ ഒരു കണ്ടൻറ്റ് എഴുതി കൊടുക്കുകയാണ്. നബിദിനവുമായി ബന്ധപ്പെട്ടുള്ളൊരു കണ്ടൻറ്റാണ്. ഇനി നമുക്കൊന്ന് ഓക്കെ കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ പേജിൽ ഇതെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഈ താഴെയുള്ള ബാറിൽ ഇതുപോലെ സൈസ് വ്യത്യാസപ്പെടുത്താം. ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് മറ്റൊരു ടെക്സ്റ്റ് കാണുന്നുണ്ട്. അതിപ്പോൾ തൽക്കാലം നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അത് നമ്മുടെ പേജിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. ഇനി നമുക്കിത് കോപ്പി ചെയ്യണമെങ്കിൽ താഴെ കോപ്പി എന്ന് കാണാം. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. തൽക്കാലം ഈ കോപ്പി ചെയ്തത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ടെക്സ്റ്റുകൾക്ക് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. അതിന് വേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ സൈഡ് ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് കളർ എന്ന് കാണാം. കളറിൽ പോയി നമുക്ക് വേണ്ട കളർ ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ഇല്ലാത്തൊരു കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പ്ലസ് ഐക്കണിൽ ഞെക്കി നമുക്ക് വേണ്ട കളർ ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇനി ഇതിലേക്ക് മറ്റൊരു ടെക്സ്റ്റ് എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാം എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടത് ഇപ്പോൾ ഇതിൽ സെലക്ട് ആയി കിടക്കുന്ന ടെക്സ്റ്റ് ഡീസെലക്ട് ആക്കണം. അതിന് വേണ്ടത് ഈ ടെക്സ്റ്റ് അല്ലാത്ത ഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ടെക്സ്റ്റ് താഴെ കാണാം, അതിലൊന്ന് അമർത്തി നമുക്ക് മുകളിൽ കാണാം ന്യൂ ടെക്സ്റ്റ്. അത് നമുക്ക് വേണ്ട ഭാഗത്ത് കൊണ്ടുവന്ന് അത് നമുക്ക് വേണ്ട കണ്ടൻറ്റ് എഴുതി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കാം. ഇനി ഈ ടെക്സ്റ്റുകൾക്ക് മനോഹരമായ ഫോണ്ടുകൾ എങ്ങനെ നൽകാം, ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ബാക്ക്ഗ്രൗണ്ട് ഫോണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതുവരെ നമ്മുടെ മൊബൈലിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.